ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. ഫാഷൻ വിഗുകൾക്കും ഹെയർ എക്സ്റ്റൻഷനുകൾക്കും വേണ്ടിയുള്ള മുടി എവിടെ നിന്നാണ് വരുന്നത്? ഉത്തരം ഇതാണ്. ഭൂരിഭാഗവും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് വരുന്നത്. അവിടെ മനുഷ്യൻ്റെ മുടി ലാഭകരമായ ബിസിനസ്സാണ്. ഇന്ത്യ, ചൈന, തെക്ക് കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ ദരിദ്രരായ സ്ത്രീകളെ ചെറിയ തുകയ്ക്ക് മുടി നൽകാൻ പ്രേരിപ്പിക്കുന്നതിനായി ചെറുകിട ഏജന്റുമാർ ഗ്രാമങ്ങളിൽ പര്യടനം നടത്തുന്നു. ചിലപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ മുടി വിൽക്കാൻ നിർബന്ധിക്കുകയും തങ്ങളുടെ ചേരിയിലെ കുട്ടികളെ കളിപ്പാട്ടങ്ങൾക്കായി തലമൊട്ടയടിക്കാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇന്ത്യയിൽ ഒരു കൂട്ടം പുരുഷന്മാർ ഒരു സ്ത്രീയെ പിടിച്ചു കെട്ടി അവളുടെ മുടി മുറിച്ച് കടന്നു കളഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യം ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളും തീർത്ഥാടകർ അവരുടെ അറിവില്ലാതെ നടത്തുന്ന മതപരമായ ത്യാഗങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഡോളർ ലാഭം കൊയ്യുന്നു എന്നതാണ്. മുടിദാതാക്കൾ അവരിൽ പലരും ദരിദ്രരാണ്. ഒരിക്കലും ഒരു പൈസ പോലും പ്രതിഫലമായി ലഭിക്കുന്നില്ല. തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ആരോഗ്യത്തിനോ കുട്ടികൾ സ്കൂളിൽ നല്ല ഗ്രേഡുകൾ നേടുന്നതിനോ വേണ്ടി പ്രാർത്ഥിച്ച് ദാനം ചെയ്ത മുടി ഉയർന്ന ഫാഷൻ ഹൗസുകൾക്ക് വിൽക്കുകയും വില കൂടിയ വിഗുകളായി മാറുകയും ചെയ്യുന്നുവെന്ന് ഈ സ്ത്രീകളിൽ പലർക്കും അറിയില്ല. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ തിരുമല എന്ന കുന്നിൻ പ്രദേശത്തുള്ള വെങ്കിട ക്ഷേത്രത്തിലാണ് വിവാദത്തിൻ്റെ കേന്ദ്രം. സംഭാവനകളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണിത്. ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ശരാശരി പ്രതിദിനം 50,000 മുതൽ 1,00,000 വരെ ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നു. അവരിൽ 10,000കണക്കിന് ആളുകൾ ആചാരപരമായ ഷേവിങ്ങിനോ മുടി മുറിക്കലിനോ വിധേയരാകുന്നു. ദൈവത്തിൻ്റെ അവതാരമായ ഭഗവാൻ വിഷ്ണുവിന് ഒരിക്കൽ തലയിൽ അടിയേറ്റതായും അദ്ദേഹത്തിൻ്റെ തലയോട്ടിയുടെ ഒരു ചെറിയ ഭാഗം കഷണ്ടിയായതായും ഐതിഹ്യം. ഒരു അപ്സരസ് കഷണ്ടിയുള്ള ഭാഗം കണ്ടു. ഉടനെ തന്നെ സ്വന്തം മുടിയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റി തൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അത് ഭഗവാൻ വിഷ്ണുവിൻ്റെ തലയിൽ വെച്ചു. അവളുടെ ത്യാഗത്തിൽ വളരെ ആകൃഷ്ടനായ ഭഗവാൻ തൻ്റെ വാസസ്ഥലത്ത് വരുന്ന എല്ലാ ഭക്തരും അവരുടെ മുറി തനിക്ക് സമർപ്പിക്കണമെന്നും അത് ഭഗവാൻ അവൾക്ക് നൽകുമെന്നും നിർദ്ദേശിച്ചു. ഐതിഹ്യത്തിൻ്റെ മറ്റൊരു പതിപ്പ് പറയുന്നത് ഒരിക്കൽ ഭഗവാൻ വിഷ്ണു തൻ്റെ വിവാഹത്തിനായി ഒരു വലിയ കടം വാങ്ങിയെങ്കിലും അത് വീട്ടാൻ കഴിഞ്ഞില്ല എന്നാണ്. ഭക്തരായ ഹിന്ദുക്കൾ അവരുടെ മുടി സമർപ്പിച്ച് വിഷ്ണുവിന് കടം വീട്ടാൻ സഹായിച്ചു വരുന്നു. മുൻകാലങ്ങളിൽ മുടി നദിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അവ ഓൺലൈൻ ലേലത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വിൽപ്പനക്കാർക്ക് വിൽക്കുന്നു. ഇത് ക്ഷേത്രത്തിന് പ്രതിവർഷം $3 മുതൽ $6 മില്യൺ വരെ ലഭിക്കുന്നു. ദിവസവും 500 മുതൽ 600 വരെ ബാർബർമാർ മാറി 20,000-ലധികം തലകൾ ഷേവ് ചെയ്യുന്നു. ഓരോ 6 മണിക്കൂറിലും മുടി നിറച്ച കൊട്ടകൾ ശേഖരിച്ച് ഒരു വലിയ വെയർ ഹൗസിൽ സൂക്ഷിക്കുന്നു. തുടർന്ന് മുടി കെട്ടഴിച്ച് നീളം, ഗ്രേഡുകൾ, നിറങ്ങൾ എന്നിവ അനുസരിച്ച് തരംതിരിക്കുന്നു. പിന്നീട് ഇത് കഴുകി വൃത്തിയാക്കി സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നു. മുടി സ്വാഭാവികമായി സിൽക്കി ആയതിനാലും മുടി ദാനം ചെയ്യുന്ന ഗ്രാമീണ സ്ത്രീകളിൽ ഭൂരിഭാഗവും കൃത്രിമ ചായങ്ങളോ നിറങ്ങളോ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാലുമാണ് ഇന്ത്യൻ മുടിക്ക് ഏറ്റവും ആവശ്യകരുള്ളത്. ഏറ്റവും നീളമുള്ള മുടി 18 ഇഞ്ചിൽ കൂടുതലുള്ളവ ഏറ്റവും വിലയേറിയതാണ്. കിലോഗ്രാമിന് ഏകദേശം $300 മുതൽ $400 വരെ ലഭിക്കുന്നു. മികച്ച നിലവാരമുള്ള മുടി ചിലപ്പോൾ കിലോയ്ക്ക് $800 വരെ വിലയ്ക്ക് വിൽക്കുന്നു. ചെറിയ മുടി മൊത്തത്തിൽ സ്റ്റഫ് ചെയ്യുന്നതിനോ ഓയിൽ ഫിൽറ്ററുകൾ നിർമ്മിക്കുന്നതിനോ അമീനോ ആസിഡുകൾ വേർതിരിക്കുന്നതിനോ ഉപയോഗിക്കുന്നു. ഇറ്റലി ആസ്ഥാനമായുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷൻ കോർപ്പറേഷനായ ഗ്രേറ്റ് ലെങ്സ് ഇൻ്റർനാഷണലാണ് ഇന്ത്യൻ മുടിയുടെ ഏറ്റവും വലിയ പങ്ക് വാങ്ങുന്നത്. ഗ്രേറ്റ് ലെങ്സ് 60 വ്യത്യസ്ത രാജ്യങ്ങളിലേക്കും 40,000-ലധികം സലൂണിലേക്കും ഹെയർ എക്സ്റ്റൻഷനുകൾ വിതരണം ചെയ്യുന്നു. മധ്യ ലണ്ടനിലെ ഒരു വലിയ സലൂണിൽ ഗ്രേറ്റ് ലെങ്സ് എക്സ്റ്റൻഷനുകളുടെ പൂർണ്ണമായ ഒരു തലയ്ക്ക് ഏകദേശം €900 വില വരും. ജെന്നിഫർ ലോപ്പസ്, ടൈറ ബാങ്ക്സ്, പാരിസ് ഹിൽട്ടൺ, ബിയോൺസ് തുടങ്ങിയ ഹോളിവുഡ് സെലിബ്രിറ്റികൾ ഗ്രേറ്റ് ലെങ്സിൻ്റെ പതിവ് ഉപഭോക്താക്കളിൽ ഉൾപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഈ ഉൽപ്പന്നത്തിൻ്റെ ഫാഷനും സമ്പത്തുമുള്ള ഉപഭോക്താക്കളും ദരിദ്രരായ വിതരണക്കാരും തമ്മിലുള്ള അകൽച്ചയാണ്. 7,000 മൈൽ അകലെ വരെ മുടി എത്തിക്കാൻ തങ്ങളുടെ മുടി ഉപയോഗിക്കുന്നുവെന്ന് പലർക്കും അറിയില്ല. മിക്കവർക്കും ഹെയർ എക്സ്റ്റൻഷൻ എന്താണെന്ന് പോലും അറിയില്ല. ഇതൊക്കെ വളരെ അനീതിയാണെന്ന് തോന്നാമെങ്കിലും ദാനം ചെയ്ത മുടി വിൽക്കാനുള്ള തീരുമാനത്തെ ക്ഷേത്ര ഉദ്യോഗസ്ഥർ ന്യായീകരിച്ചു. ശേഖരിക്കുന്ന പണം നേരിട്ട് പ്രാദേശിക സമൂഹത്തിലേക്ക് മെഡിക്കൽ സഹായം, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയ്ക്കായി തിരികെ നൽകുന്നു എന്നവർ വാദിക്കുന്നു. വെങ്കടേശ്വര ക്ഷേത്രം ഈ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ഒന്ന് മാത്രമാണ്. മൊത്തത്തിൽ ഇന്ത്യൻ ക്ഷേത്രങ്ങൾ മുടി വിൽപ്പനയിൽ നിന്ന് പ്രതിവർഷം $100 മില്യൺ വരുമാനം കൊണ്ടുവരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.